Come and join iLearn IAS and feel the difference. Hello everyone, welcome to iLearn's Polity classes. Myself, Mohammad Ijaz, I'm faculty of Polity and Governance at iLearn. The topic that we are going to discuss today is judiciary. So, when you discuss about judiciary, the basic thing that you have to understand about judiciary is it's considered to be one of the organs of the state. A state in its origin have three major organs. ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഭരണം പ്രദേശം ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 3 ഓർഗൻസ് ആണ് പ്രധാനമായും പറയുക. ഒന്ന് ലെജിസ്ലേച്ചർ ആണ്, 2 എക്സിക്യൂട്ടീവ് ആണ്, 3 ജുഡീഷ്യറി ആണ്. So when you talk about a state, it has 3 organs. One of the organ is legislature, another one is executive, and the third one is judiciary. These 3 pillars together constitute what we call as a state. The legislature is responsible for making laws. നമ്മൾ കാണുന്ന നിയമങ്ങൾ, ഇന്ത്യൻ പീനൽ കോഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള പല ലെജിസ്ലേഷൻസ് ആയിക്കോട്ടെ, ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആയിക്കോട്ടെ, ഇനി നമ്മളുടെ പ്രൈവസി കൺട്രോൾ ചെയ്യുന്ന പേഴ്സണൽ ഡേറ്റയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ലെജിസ്ലേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വുമൺ റിസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളായിക്കോട്ടെ, ഇതിൻ്റെ നിയമനിർമ്മാണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുള്ളത് ലെജിസ്ലേച്ചറിനാണ്. ലെജിസ്ലേച്ചർ പ്രധാനമായും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ദി പാർലമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ലെജിസ്ലേച്ചേഴ്സിൽ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല, ബിക്കോസ് അവർ ഫോക്കസ് ഇസ് ജുഡീഷ്യറി. So the legislature is responsible for making laws and the executive is actually responsible for implementing the laws, അല്ലെങ്കിൽ implementing the laws, regulations, rules, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് എക്സിക്യൂട്ടീവിന് ഉള്ളത്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരം എക്സിക്യൂട്ടീവ് ഉണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ഉണ്ട്, പെർമനൻ്റ് എക്സിക്യൂട്ടീവും ഉണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇസ് ദി ചീഫ് മിനിസ്റ്റേഴ്സ്, അങ്ങനെ എലക്ഷൻ വഴി വന്ന് നമ്മളെ ഭരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പ്രൈം മിനിസ്റ്ററോ ബാക്കിയുള്ള മിനിസ്റ്റേഴ്സോ അവരൊക്കെ എന്താണ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. ആൻഡ് വെൻ യു കൺസിഡർ ദി പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സ് ആണ് സിവിൽ സർവൻസ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ പെർമനൻ്റ് എക്സിക്യൂട്ടീവാണ്. കാരണം ദേ ഡു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഇലക്ഷൻസ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഓൺ ദി അതർ ഹാൻഡ്, ഇലക്ഷൻസ് കഴിയുന്നതനുസരിച്ച് അവിടെ മാറ്റങ്ങൾ വരാം. പക്ഷെ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടെന്യൂവറും സർവീസ് കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. ഇനി എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ജുഡീഷ്യറി ആണ്. ജുഡീഷ്യറിയുടെ ഒരു പ്രൈം ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോസ് ആണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോസ്, നിയമങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ, ആ നിയമങ്ങൾ നടപ്പിലാക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ജുഡീഷ്യറിയുടെ ഒരു പ്രൈം സ്കോപ്പ് എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, എക്സിക്യൂട്ടീവ് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ജുഡീഷ്യറി അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിലേക്ക് കടക്കുന്നു, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലുള്ള പോരായ്മകളിലേക്ക് കടക്കുന്നു. ഈ 3 ഓർഗൻസിൽ ജുഡീഷ്യറി വളരെ സുപ്രീം ആയിട്ടുള്ളൊരു ബോഡിയാണ്. കാരണം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിയമങ്ങൾ, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റൈറ്റ്സ്, നിയമങ്ങളൊക്കെ നേരാവണ്ണം ഇംപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ, ജുഡീഷ്യറി ഒരു ചെക്ക് ആൻഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, ഇറ്റ് മൈറ്റ് ആക്ച്വലി എഫക്ട് ദി ബാലൻസ് ഓർ ദി വർക്കിംഗ് ഓഫ് ദ സ്റ്റേറ്റ് ആസ് എ ഹോൾ. കാരണം ഒരു ഓൾ പവർഫുൾ ലെജിസ്ലേച്ചറോ ഒരു ഓൾ പവർഫുൾ ജുഡീഷ്യറിയോ ഒന്നും നമ്മൾക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ഓൾ പവർഫുൾ എക്സിക്യൂട്ടീവോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ആക്ച്വലി നമ്മൾക്ക് വേണ്ടത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇസ് വെയർ ദ ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ
മ്യൂച്വൽ നോൺ ഇൻ്റർഫറൻസ്, ഒരു നോൺ ഇൻ്റർഫറൻസ്, അവരവരുടെ മേഖലകളിലേക്ക് അതിക്രമിച്ച് കടക്കാതെ, മറ്റുള്ളവരുടെ മേഖലകളിലേക്ക് അതിക്രമിച്ച് കടക്കാതെ അവരവരുടെ മേഖലകളിൽ അവരുടെ റെൽംസിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്നു. അതിനെയാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ജുഡീഷ്യറി ആക്ച്വലി ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ഓൾ പവർഫുൾ ആകാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ജുഡീഷ്യറിക്ക് ഒരു റോൾ ഉണ്ട്. ആൻഡ് ഓൾസോ വി ഡോണ്ട് വാണ്ട് ദ ജുഡീഷ്യറി ടു ബി ഓൾ പവർഫുൾ, വി ആക്ച്വലി വാണ്ട് എ പ്രോപ്പർ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഓക്കെ, ഇപ്പോൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമ്മൾ പാർലമെന്റിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് കോർട്സിനെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമായി പറയാറുണ്ട്. ആൻഡ് ഓൾസോ വി കൺസിഡർ ഇറ്റ് ടു ബി ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്നും പറയുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നും നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം? ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഓഫ് കോർട്സ് ഉണ്ട്. വി ഹാവ് എ പ്രോപ്പർ സിസ്റ്റം ഓഫ് കോർട്സ്. നമുക്കൊരു സിസ്റ്റം ഓഫ് കോർട്സ് ഉണ്ട്. ഈ സിസ്റ്റം ഓഫ് കോർട്സിൽ ഏറ്റവും ആദ്യം വരുന്നത് സുപ്രീം കോർട്ടാണ്. ഏറ്റവും മുകളിൽ സുപ്രീം കോർട്ട്, അതിന് താഴെ ഹൈക്കോർട്സ് ആണ്. അതിൻ്റെയും താഴെ യു ഹാവ് ദി സബോർഡിനേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ കാണുന്ന സുപ്രീം കോർട്ട് ഏറ്റവും മുകളിൽ, ഹൈക്കോർട്ട് അതിൻ്റെ താഴെ, അതിലും താഴെ വരുന്നത് സബോർഡിനേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. സബോർഡിനേറ്റ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്റ്റ് ലെവൽ കോർട്സ് ഉണ്ട്, അതിന് താഴെ ക്രിമിനൽ സൈഡിൽ ഒരു സിസ്റ്റം ഓഫ് കോർട്ട് ഉണ്ട്, സിവിൽ സൈഡിൽ വേറൊരു സിസ്റ്റം ഓഫ് കോർട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെഷൻസ് കോർട്ട്. സെഷൻസ് കോർട്ട് പ്രധാനമായും ക്രിമിനൽ കേസസ് ആണ് നോക്കുക. ക്രിമിനൽ സൈഡ് ഓഫ് ദ സബോർഡിനേറ്റ് ജുഡീഷ്യറിയാണ് സെഷൻസ് കോർട്ട് എന്ന് പറയുന്നത്. ഇനി സിവിൽ സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ദി ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് ജഡ്ജാണ്, ഡിസ്ട്രിക്റ്റ് ലെവൽ കോർട്സ് എന്ന് വിളിക്കും. അതിന് താഴെ യു ഹാവ് മുൻസിഫ് കോർട്സ്. അങ്ങനെ ഉള്ള പല കോടതികളും നമുക്ക് കാണാം. അപ്പോൾ സബോർഡിനേറ്റ് കോടതികൾ, അതിന് മുകളിൽ യു ഹാവ് എ സിസ്റ്റം ഓഫ് ഹൈക്കോർട്സ്. അപ്പോൾ ഹൈക്കോർട്സ്, സംസ്ഥാനങ്ങൾക്ക് ഹൈക്കോർട്സ് ഉണ്ട്, ചില സംസ്ഥാനങ്ങൾക്ക് കോമൺ ഹൈക്കോർട്സ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സിന് കോമൺ ഹൈക്കോർട്സ് ഉണ്ട്. അങ്ങനെ ഹൈക്കോർട്സ് വേറെ തന്നെ പഠിക്കേണ്ട, ഡെപ്തിൽ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഏറ്റവും മുകളിൽ വരുന്നതാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദി സുപ്രീം കോർട്ട് സ്റ്റാൻഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ജുഡീഷ്യൽ സിസ്റ്റം ആൻഡ് ഈസ് കൺസിഡർഡ് ടു ബി എപെക്സ് കോർട്ട് ഇൻ ഇന്ത്യ. ഇതിൻ്റെ എപെക്സ് കോർട്ടായിട്ടാണ് നമ്മൾ സുപ്രീം കോർട്ടിനെ കണക്കാക്കുന്നത്. സുപ്രീം കോർട്ട് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചില പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടത്, ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ്, ഇറ്റ് വാസ് നോട്ട് ഫോംഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് ശേഷം നിലവിൽ വന്ന ഒരു സംവിധാനമല്ല സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ആണ്. ഈ ലെജിസ്ലേഷനിലാണ് പലപ്പോഴും നമ്മളിന്ന് കാണുന്ന പല ഗവൺമെന്റ് സ്ട്രക്ചേഴ്സും ഒക്കെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാണുന്ന സുപ്രീം കോർട്ട്, ഇന്ന് കാണുന്ന ഈ ഒരു സിസ്റ്റം ഓഫ് സുപ്രീം കോർട്ട് യു ക്യാൻ സീ ഇൻ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അതിനു മുമ്പും സുപ്രീം കോർട്ട് എന്ന ടെർമിനോളജിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് കാണുന്ന ഒരു ലെവൽസിലൊന്നും ഇല്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എവല്യൂഷൻ ഓഫ് ദി ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കവർ ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഇൻഡിപെൻഡൻസിന് മുമ്പുണ്ടായിരുന്ന സുപ്രീം കോർട്ട് ഇന്നത്തെ സുപ്രീം കോർട്ടിന് അത്രയും പവർഫുൾ അല്ല. അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇറ്റ് വാസ് നോട്ട് കൺസിഡർഡ് ടു ബി ദി അൾട്ടിമേറ്റ് കോർട്ട് ഓഫ് അപ്പീൽ. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോർട്ട് ഓഫ് അപ്പീൽ അല്ല. കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ കോളനീസിലൊക്കെ ഉള്ള കോർട്സ്, അവിടെ വരുന്ന കേസസിൻ്റെ ഫൈനൽ ആയിട്ടുള്ള അപ്പീൽസ് കേട്ടിരുന്നത് ബ്രിട്ടീഷ് പ്രൈവി കൗൺസിലാണ്.
ബ്രിട്ടീഷ് പ്രൈവി കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ ഉണ്ട്. ആൻഡ് ദിസ് കൗൺസിൽ വാസ് റെസ്പോൺസിബിൾ ഫോർ ഹിയറിംഗ് അപ്പീൽസ് ഫ്രം ദി കോളനി. ബ്രിട്ടീഷുകാരുടെ കോളനീസിൽ നിന്നുള്ള കേസസിന്റെ ഫൈനൽ അപ്പീൽസ് കേട്ടുന്നത് ബ്രിട്ടീഷ് പ്രൈവി കൗൺസിലാണ്. ഈ ബ്രിട്ടീഷ് പ്രൈവി കൗൺസിലിൽ ലോ ലോർഡ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ലോ ലോർഡ്സ് വെർ പീപ്പിൾ ഹൂ സ്പെഷ്യലൈസ്ഡ് ഇൻ ദി ലോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് സൈഡിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെയാണ് ലോ ലോർഡ്സ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ അപ്പർ ചേംബർ, ഹൗസ് ഓഫ് ലോർഡ്സ്, ഹൗസ് ഓഫ് കോമൺസ് ഉണ്ട്, ഹൗസ് ഓഫ് ലോർഡ്സും ഉണ്ട്. ഈ ഹൗസ് ഓഫ് ലോർഡ്സിൽ ലീഗൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ലോ ലോർഡ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ചില ആൾക്കാരെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കൗൺസിലാണ് ബ്രിട്ടീഷ് പ്രൈവി കൗൺസിൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ബ്രിട്ടീഷ് പ്രൈവി കൗൺസിൽ വാസ് റെസ്പോൺസിബിൾ ഫോർ ഹിയറിംഗ് അപ്പീൽസ് ഫ്രം ദി കോളനീസ് ഓഫ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഇന്ന് കാണുന്ന നമ്മളുടെ ഒരു സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മച്ച് മോർ ബ്രോഡർ ഇൻ സ്കോപ്പ്, മച്ച് മോർ പവർഫുൾ. കാരണം ദിസ് ഇസ് ദി അപ്പെക്സ് കോർട്ട് ആൻഡ് ഇറ്റ് ഹിയേഴ്സ് ഓൾ അപ്പീൽസ് ഫ്രം ദി ലോവർ കോർട്സ് ഓർ കോർട്സ് ഫ്രം ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയാം. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന ഈ സുപ്രീം കോർട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു കോർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു കോർട്ടായിട്ട് പറയാൻ കാരണം ദ സുപ്രീം കോർട്ട് ഈസ് ആക്ച്വലി ഇറ്റ് ക്യാൻ ഇൻ്റർപ്രിറ്റ് സെൻട്രൽ ലോസ് ആൻഡ് സ്റ്റേറ്റ് ലോസ്. നമ്മൾ കാണുന്ന നമ്മളുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, ദേ ഇൻ്റർപ്രിറ്റ് ബോത്ത് സെൻട്രൽ ലോസ് ആൻഡ് സ്റ്റേറ്റ് ലോസ്. സെൻട്രൽ നിയമങ്ങൾക്ക് ഒരു കോടതി, സ്റ്റേറ്റ് നിയമങ്ങൾക്ക് ഒരു കോടതി. അങ്ങനെ ഒരു വിഭജനം എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല? ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദ കോർട്സ് ഇൻ ഇന്ത്യ ആർ ഫ്രീ ടു ഇന്റർപ്രറ്റ് ബോത്ത് സെൻട്രൽ ലോസ് ആൻഡ് സ്റ്റേറ്റ് ലോസ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ് ഉള്ളത് എന്ന് പറയേണ്ടി വരും. ദിസ് ഇസ് നോട്ട് ദി കേസ് വിത്ത് യു എസ്. ഇപ്പോൾ യു എസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഡുവൽ സിസ്റ്റം ഓഫ് കോർട്സ് where the federal court interpret the federal laws and the state level courts interpret the state laws. അപ്പോൾ ഇതിനൊരു വ്യത്യാസമുള്ളത്, യു എസിൽ ഫെഡറൽ നിയമങ്ങൾ, നമ്മളിവിടെ സെൻട്രലിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് പോലെ, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്ന പോലെ, അവിടുത്തെ ഫെഡറൽ നിയമങ്ങൾ, ആ ഫെഡറൽ നിയമങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അവിടുത്തെ ഒരു ഫെഡറൽ ജുഡീഷ്യൽ സിസ്റ്റമാണ്, ഫെഡറൽ ജുഡീഷ്യറിയാണ്. സ്റ്റേറ്റ് ലെവൽ നിയമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെവൽ കോർട്സ് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഇസ് ആക്ച്വലി കൺസിഡേർഡ് ടു ബി ആൻ ഇൻഡസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻഡസ്ട്രക്റ്റബിൾ യൂണിയൻ ആണ്. ആ യൂണിയൻ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സിന്റെ ബൗണ്ടറി എക്സ്റ്റെൻഡ് ചെയ്യാനോ ലിമിറ്റ് ചെയ്യാനോ ഒക്കെയുള്ള അവകാശം പാർലമെന്റിനുണ്ട്. അതേസമയം യു എസിൽ അങ്ങനെയല്ല. യു എസ് ഒരു ട്രൂ ഫെഡറൽ നേച്ചറുള്ള ഒരു രാജ്യമാണ്. കാരണം അവിടുത്തെ ഓരോ സംസ്ഥാനങ്ങളും അവിടുത്തെ സ്റ്റേറ്റ്സും ഒരു എഗ്രിമെന്റ് ത്രൂ ആണ് ആ ഒരു യൂണിയൻ, ആ ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ട്രൂ ഫെഡറൽ നേഷനാണ് യു എസ് എന്ന് പറയുന്നത്. ദി ഫെഡറൽ ഗവൺമെന്റ് ഡസൻറ്റ് ഹാവ് ദി അതോറിറ്റി ടു റീഓർഗനൈസ് ഓർ റീഷേപ്പ് ഓർ ഓൾട്ടർ ദി ബൗണ്ടറീസ് ഓഫ് ദി ഫെഡറൽ യൂണിറ്റ്സ്. അതുകൊണ്ട് തന്നെ അവിടെ ഇറ്റ്സ് എ ഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞു വന്നത്, യു എസിൻ്റെ സ്റ്റേറ്റ് ലെവൽ ലോസിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്, കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ നിയമങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അവിടെ സ്റ്റേറ്റ് ലെവൽ കോർട്സും ഫെഡറൽ നിയമങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അവിടെ ഫെഡറൽ ലെവൽ കോർട്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെയുള്ളത് ഒരു സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്സ് ആണെന്ന് പറയാം. വി ക്യാൻ കോൾ ദിസ് ആസ് എ സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്സ്, ആൻ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം വേർ ദി സുപ്രീം കോർട്ട് സിറ്റ്സ് അറ്റ് ദി top, and it also have a single system where the central laws and state laws are interpreted by the courts in India or the judicial system in India. ഇനി നമ്മൾ പറഞ്ഞൊരു ആസ്പെക്റ്റ് ആണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കോടതികളിലെ മുകളിൽ അനാവശ്യമായി കൈകടത്താനോ അതിൽ ഇടപെടാനോ
നമ്മളുടെ ഗവൺമെൻറ്സിനോ അതുപോലെ തന്നെ അനാവശ്യമായി പാർലമെൻറ്റിനോ അവകാശമില്ല. നമ്മൾ കുറച്ചും കൂടി ഈ ഒരു ടോപ്പിക്കിന് ഡെപ്തിലേക്ക് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പാർലമെൻറ്റ് കനോട്ട് alter or diminish the powers of the Supreme Court. Rather, it can increase the powers of the Supreme Court. In the same way, it is applicable to the High Court as well. അതിൻ്റെ പവേഴ്സിനെ ഡിമിനിഷ് ചെയ്യാനുള്ള അവകാശം ലെജിസ്ലേച്ചേഴ്സിന് കൊടുത്തിട്ടില്ല. അതിനെ ഇൻക്രീസ് ചെയ്യാനുള്ള അവകാശമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ്, അതിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് എക്സെട്ര ഫാക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ പഠിച്ചത് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസിഡേർഡ് ടു ബി ആൻ ഓർഗൻ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞ് ഈ മൂന്ന് എൻറ്റിറ്റീസും വേറെ വേറെയായി എക്സിസ്റ്റ് ചെയ്യണം. പക്ഷേ അത് ട്രൂ ആയിട്ട് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഡെപ്ത് നമ്മൾ ആ ഡെപ്തിൽ പഠിക്കേണ്ടത് പാർലമെൻറ്റ് പഠിക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമാണ് എന്ന് പഠിച്ചു. അതുപോലെ ഇന്ത്യൻ സുപ്രീം കോർട്ട് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളൊരു സുപ്രീം കോർട്ടാണ്. കാരണം അതിൻ്റെ അൾട്ടിമേറ്റ് അപ്പീൽസൊക്കെ കേൾക്കാനുള്ള അവകാശം, കേസുകളുടെ അൾട്ടിമേറ്റ് വിധി തീർപ്പ് വരുന്നത് സുപ്രീം കോർട്ടിൽ നിന്നാണ്. വേറസ് ഡ്യൂറിങ് ദി ടൈം ഓഫ് ബ്രിട്ടീഷേഴ്സ് അവിടെ ഒരു ബ്രിട്ടീഷ് പ്രൈവി കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ തന്നെ വെൻ വി ലുക്ക് ഇൻ ടു ദി ഡെപ്ത് ഓഫ് ദ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ 124 ടു ആർട്ടിക്കിൾ 147 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ തന്നെ പാർട്ട് 5 ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 5 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പല പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ പാർട്ട് 5 എന്ന് പറയുന്ന യൂണിയൻ എന്ന് പറയുന്ന പാർട്ട് 5 ഇതിൻ്റെ ആർട്ടിക്കിൾസ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പല എലക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർലമെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ എവിടെ നിന്നാണ് ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്? ദേ ഓൾ ഒറിജിനേറ്റ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസിൽ നിന്നാണ് ആ പവേഴ്സ് ഒക്കെ വരുന്നത്. ആർട്ടിക്കിൾ 124 ടു 147 പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസസ് അബൌട്ട് ദി സുപ്രീം കോർട്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് സുപ്രീം കോർട്ടിൻ്റെ ഒരു കോമ്പോസിഷനാണ്. സുപ്രീം കോർട്ട് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ദ സുപ്രീം കോർട്ട് കൺസിസ്റ്റ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ജഡ്ജസ്. ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. കോമ്പോസിഷനിൽ ആരൊക്കെയുള്ളത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ജഡ്ജസ് ആണ് ഉള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ മെനി ആർ ദെയർ? എത്ര ജഡ്ജസും എത്ര ചീഫ് ജസ്റ്റിസും ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ച്വലി ഫിക്സ്ഡ് ദി സ്ട്രെങ്ത് ഓഫ് ദ സുപ്രീം കോർട്ട് ആസ് 1 ചീഫ് ജസ്റ്റിസ് ആൻഡ് 7 അതർ ജഡ്ജസ് എന്നാണ് ഫിക്സ് ചെയ്തിരുന്നത്. 1 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് 7 അതർ ജഡ്ജസ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫിക്സ് ചെയ്തിരുന്നത്. And the constitution makers obviously knew that as the nation progresses, as the population grows, as the country grows, there will be a need for more judges. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജസിന്റെ നമ്പേഴ്സ് കൂട്ടാനുള്ള അവകാശം it's actually given to the parliament. So the parliament can actually increase the number of the judges. പാർലമെന്റിന് ജഡ്ജസിന്റെ നമ്പേഴ്സ് കൂട്ടാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റ് ആക്ച്വലി ഇൻക്രീസ് ദി നമ്പർ ഓഫ് ജഡ്ജസ് ടു 33 ജഡ്ജസ് ആൻഡ് എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇപ്പൊ കറണ്ട് സ്ട്രെങ്ത് ഓഫ് ദി സുപ്രീം കോർട്ട് ഇസ് 33 ജഡ്ജസ് പ്ലസ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന കോമ്പോസിഷനിലാണ് വരുന്നത്. UPSC പലപ്പോഴും ചോദിക്കുക, പ്രസിഡന്റ് ആണോ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്? ഗവർണർ ആണോ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്? സുപ്രീം കോർട്ടിൽ ആണോ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇൻസ്റ്റന്റ് തന്നെ എടുക്കാം. ഇവിടെ വേണമെങ്കിൽ UPSC നമ്മളോട് ചോദിക്കാം, ദ പ്രസിഡന്റ് ഫ്രം ടൈം ടു ടൈം ഇൻക്രീസസ് ദി സ്ട്രെങ്ത് ഓഫ് ദ സുപ്രീം കോർട്ട് ഓർ ഡിമിനിഷസ് ദ സ്ട്രെങ്ത് ഓഫ് ദ സുപ്രീം കോർട്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തരും. അത് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, the strength of the Supreme Court can be increased
by the Parliament. The Parliament is given the authority to determine the strength of the Supreme Court. ഇനി വേറൊരു കാര്യം, നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് റിഗാർഡിംഗ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ജഡ്ജസ്. നമ്മൾ ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ജഡ്ജസ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ടൊരു അപ്പോയിൻമെൻറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ്. പ്രസിഡന്റ് ആണ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്, പ്രസിഡന്റ് ആണ്. The President consults the judges of the Supreme Court and High Courts as he deems necessary while appointing the Chief Justice of India. Chief Justice of India appoint ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടിനെ കൺസൾട്ട് ചെയ്യും. ആൻഡ് ഇഫ് നീഡഡ് ജഡ്ജസ് ഓഫ് ഹൈ കോർട്ടിനെ കൺസൾട്ട് ചെയ്യും എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്പോയിൻമെന്റ് നടത്തുന്നത് ഇറ്റ്സ് ഡൺ ബൈ ദി പ്രസിഡന്റ് ആൻഡ് ദി പ്രസിഡന്റ് കൺസൾട്ട്സ് ദി ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ജഡ്ജ് ഓഫ് ദി ഹൈ കോർട്ട് ഇഫ് നെസസറി വൈൽ മേക്കിംഗ് അപ്പോയിൻമെന്റ്സ്. ആൻഡ് അതർ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് are appointed by the president after consulting the Chief Justice of India, Chief Justice of India and other judges of the Supreme Court and High Court if he or she deems necessary. അപ്പോൾ ചീഫ് ജസ്റ്റിസിനെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതർ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ടിനെയും അതർ ജഡ്ജസ് ഓഫ് ഹൈ കോർട്ടിനെയും കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിൻമെന്റ്സ് നടത്തുന്നത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ദ പ്രസിഡന്റ് ആണ് അപ്പോയിൻമെന്റ് നടത്തേണ്ടത്. പ്രസിഡന്റ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് നീഡ്സ് ടു കൺസൾട്ട് ദി ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഓൾസോ ദി അതർ ജഡ്ജസ് ഓഫ് ദി ഹൈ കോർട്ട് ഇഫ് ഹി ഓർ ഷീ ഡീംസ് ഇറ്റ് നെസസറി. വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ്. ബാക്കിയുള്ള ജഡ്ജസ് അതർ ദാൻ ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ദ പ്രസിഡന്റ് കൺസൾട്ട്സ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട് ആസ് ഹി ഓർ ഷീ ഡീംസ് നെസസറി. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഒരു പ്രൊവിഷൻ നമ്മൾക്ക് കേൾക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. നമുക്ക് തോന്നുന്നത് ഇത് കുഴപ്പമില്ലാത്തൊരു സ്ട്രക്ചറായിട്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സിസ്റ്റമായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ ദർ വർ ലോട്ട് ഓഫ് കോൺട്രവേഴ്സീസ് അസോസിയേറ്റഡ് വിത്ത് ദി അപ്പോയിൻമെന്റ് ഓഫ് ജഡ്ജസ്. ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ബേസിസിൽ പല കേസസും കോടതിയിലേക്ക് വരികയും അതിൽ 1982 ഫസ്റ്റ് ജഡ്ജസ് കേസ് എന്ന് പറയുന്ന ഒരു കേസ് ഒറിജിനേറ്റ് ചെയ്തു. ഫസ്റ്റ് ജഡ്ജസ് കേസ് 1982. ഈ ഒരു ഫസ്റ്റ് ജഡ്ജസ് കേസ് ഓഫ് 1982 ഈ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി സുപ്രീം കോർട്ടിലേക്ക് ഒരു കേസായി തന്നെ പരിഗണിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് പ്രസിഡന്റ് ഈ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൺസൾട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദ ക്വസ്റ്റ്യൻ ഹിയർ വാസ്, ഈ കൺസൾട്ട് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണോ, മാൻഡേറ്ററി ടു ഫോളോ ദി ഒപ്പീനിയൻ ആണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുന്ന ഒപ്പീനിയൻ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ലിസ്റ്റ്
അതിൻ്റെ ബേസിസിൽ മാത്രമാണോ അപ്പോയിൻമെൻറ്റ്സ് നടത്തേണ്ടത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഫസ്റ്റ് ജഡ്ജസ് കേസ് ഓഫ് 1982 എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു കൺസൾട്ട് എന്ന് പറയുന്ന വാക്ക് അതിനെ സുപ്രീം കോർട്ട് ഇന്റർപ്രറ്റ് ചെയ്തത് എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ് എന്ന അർത്ഥത്തിലാണ്. എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ് എന്ന അർത്ഥത്തിലാണ്. എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ് എന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റും തമ്മിൽ, പ്രസിഡന്റും തമ്മിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ് നടക്കണം എന്നുള്ളതാണ്. അതിനർത്ഥം അവരൊരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമെന്നല്ല വ്യൂസ്. അതല്ല അതിൻ്റെ ഒരു അർത്ഥം. അതായത് ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. The Supreme Court creates a list of judges that can be appointed as the judges of the Supreme Court. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ഈ ലിസ്റ്റ് യൂണിയൻ ലോ മിനിസ്റ്റർ വഴി ക്യാബിനറ്റിന് കൊടുക്കുന്നു. നമുക്കറിയാം, പ്രസിഡന്റ് ആക്ട്സ് ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രസിഡന്റ് സ്വയമേ തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. ഒരു മൊണാർക്കിയൊന്നും അല്ല, അല്ലേ? ഡെമോക്രസിയാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കുന്നു എങ്കിൽ പ്രസിഡന്റിന് ഡിസ്ക്രീഷൻ ഇല്ല. ദ പ്രസിഡന്റ് ആക്ട്സ് ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് കൊടുക്കുന്ന ഈ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റ് അത് യൂണിയൻ ലോ മിനിസ്റ്റർ വഴി ക്യാബിനറ്റിന്റെ കൺസിഡറേഷനിലേക്ക് പോവുകയും ക്യാബിനറ്റ് അതിലൊരു തീരുമാനം എടുത്തിട്ട് അത് പ്രസിഡന്റിന് കൊടുത്ത് പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് നടത്തുകയാണ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു നോർമൽ കോഴ്സ് ഓഫ് തിങ്സിൽ നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു ചോദ്യം, സുപ്രീം കോർട്ട് കൊടുക്കുന്ന ലിസ്റ്റ് ഓഫ് ആൾക്കാർ, ലിസ്റ്റ് ഓഫ് ജഡ്ജസ്, അവരെ തന്നെയാണോ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യേണ്ടത്, അതോ ഈ ഒരു കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല, അത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്നത് ആരാണ്? യൂണിയൻ ക്യാബിനറ്റിന് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് ഫോർവേഡ് ചെയ്തുകൊണ്ട് സുപ്രീം കോർട്ടിന് ഈ ഒരു ലെറ്റർ കൈമാറിയതിന് ശേഷം പ്രസിഡന്റിന് അപ്പോയിന്റ്മെന്റ് നടത്താമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് ഈ ഒരു കൺസൾട്ടേഷൻ ഈസ് ഇറ്റ് മാൻഡേറ്ററി ഓർ ബൈൻഡിങ് ഓൺ ദി പ്രസിഡന്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് എടുത്തൊരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസൾട്ടേഷൻ പ്രോസസ്, ഈ ഒരു കൺസൾട്ടേഷൻ ഇസ് ജസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ്. സുപ്രീം കോർട്ട് ലിസ്റ്റ് കൊടുക്കുന്നു, ദ ഗവൺമെന്റ് മേ ഓർ മേ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്, ആൻഡ് ദി ഗവൺമെന്റ് or the union cabinet will have a list. They can just exchange it or send it through the union law minister to the Supreme Court and make their appointments, and the president can make the appointments. ആ ഒരു രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷനാണ് ഫസ്റ്റ് ജഡ്ജസ് കേസിൽ എടുത്തത്. 1993 വീണ്ടും കോൺട്രവേഴ്സീസ് ഉണ്ടായി. 1993 നമുക്ക് സെക്കൻഡ് ജഡ്ജസ് കേസ് എന്ന് വിളിക്കുന്ന കേസ് 1993 ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ജഡ്ജസ് കേസിലാണ് കൺസൾട്ടേഷൻ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ വാക്ക് അതിനെ കൺകറൻസ് ആയി സുപ്രീം കോർട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ജഡ്ജസ് കേസിലാണ്. കൺസൾട്ടേഷൻ ഇസ് കൺകറൻസ്. കൺസൾട്ടേഷൻ ഇസ് കൺകറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രീം കോർട്ട് ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ടു ബി അക്യുറേറ്റ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ സുപ്രീം കോർട്ടിന് സമ്മതമുള്ള വ്യക്തികളെ മാത്രമേ സുപ്രീം കോർട്ടിൽ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. ആ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഇന്റർപ്രിട്ടേഷൻ കൺകറൻസ് ആണ്. അതായത് സുപ്രീം കോർട്ട് അനുവദിക്കുന്ന താല്പര്യമുള്ള വ്യക്തികളെ മാത്രമാണ് പ്രസിഡന്റിന് അപ്പോയിന്റ് ചെയ്യാൻ കഴിയുക എന്നൊരു ഇന്റർപ്രിട്ടേഷനാണ് സെക്കൻഡ് ജഡ്ജസ് കേസ് ഓഫ് 1993 ആക്ച്വലി നടക്കുന്നത്. ഇവിടെ സുപ്രീം കോർട്ട് ഒരു അഡീഷണൽ കാര്യം കൂടി പറഞ്ഞു. ഇങ്ങനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഈ ഒരു കൺസൾട്ടേഷനെ കൺകറൻസ് ആയി നമ്മൾ വായിക്കുമ്പോൾ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിൽ കൺസൾട്ട് 2 senior judges of Supreme Court. The Chief Justice of India, while giving the consultation or the concurrence to the President, he or she needs to consult 2 senior most judges. 2 senior most judgesന്റെ ഒപ്പീനിയനും കൂടി എടുത്തതിന് ശേഷം മാത്രമാകണം the Chief Justice of India ഈ നെയിംസ് ഫോർവേഡ് ചെയ്യേണ്ടത് എന്നൊരു ഇന്റർപ്രിട്ടേഷനാണ് സെക്കൻഡ് ജഡ്ജസ് കേസ് ഓഫ് 1993 സുപ്രീം കോർട്ട് എടുത്തത്. അതിനുശേഷം there was some
ഇഷ്യൂസ് റിഗാർഡിങ് ദിസ് പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിനെ പറ്റി ചില കൺസേൺസ് ഉണ്ടായിരുന്നു. എത്രത്തോളം ഈ ജഡ്ജസിൻ്റെ ഈ ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് അത് എത്രത്തോളം ട്രാൻസ്പാരൻ്റ്, അങ്ങനെ ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നമുക്ക് തേർഡ് ജഡ്ജസ് കേസ് ഓഫ് 1998 ഉണ്ടാവുന്നത്. മൂന്നാമത്തെ ജഡ്ജസ് കേസ് 1998 ഉണ്ടാവുന്നത്. ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് കൺസൾട്ടേഷൻ എന്ന വാക്കിനെ ചീഫ് ജസ്റ്റിസിനെ പ്രസിഡന്റ് കൺസൾട്ട് ചെയ്യണം എന്നുള്ള വാക്കിനെ കൺകറൻസ് ആയി തന്നെ മനസ്സിലാക്കി. കൺകറൻസ് ആണ്, കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൺകറൻസ് ആണ്. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്ന വ്യക്തികളെയാണ് ഇന്ത്യൻ സുപ്രീം കോർട്ടിൽ അപ്പോയിൻമെന്റ് നടത്തേണ്ടത് എന്ന പ്രീവിയസ് സ്റ്റാൻഡിനെ, സെക്കൻഡ് ജഡ്ജസ് കേസിലെ സ്റ്റാൻഡിനെ ശരിവെച്ചു. പക്ഷെ ഇവിടെ കൊണ്ടുവന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസിനെ കൺസൾട്ട് ചെയ്യണം. ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ബിഫോർ ടെൻഡറിങ് ദി ഒപ്പീനിയൻ ടു ദ പ്രസിഡന്റിന് ഒപ്പീനിയൻ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ആരെ കൺസൾട്ട് ചെയ്യണം? ഷുഡ് കൺസൾട്ട് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ തന്നെ 4 സീനിയർ ജഡ്ജസിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഇതിൽ തന്നെ ഇഫ് 2 ജഡ്ജസ് ഗീവ് ആൻ അഡ്വേഴ്സ് ഒപ്പീനിയൻ, 2 ജഡ്ജസ് അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുത്താൽ നെയിംസ് ഷുഡ് നോട്ട് ബി ഫോർവേഡഡ്. ഈ ഒരു സ്റ്റാൻഡാണ് ആരെടുത്തത്? തേർഡ് ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് എടുത്തത്. അപ്പോൾ സുപ്രീം കോർട്ട് തേർഡ് ജഡ്ജസ് കേസിൽ എടുത്തൊരു സ്റ്റാൻഡ്, കൺസൾട്ടേഷൻ ഇസ് കൺകറൻസ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫോർവേഡ് ചെയ്യുന്ന നെയിംസ് ആണ് അപ്പോയിൻമെന്റിൽ വരേണ്ടത്. പക്ഷേ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസിനെയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൺസൾട്ട് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ 2 ജഡ്ജസ് നെഗറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയിംസ് ഒന്നും ഫോർവേഡ് ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോർട്ട് സ്റ്റാൻഡ് എടുത്തത്. ഈ ഒരു സിസ്റ്റം where the Chief Justice of India consult 4 senior most judges of the Supreme Court before tendering the opinion, ഇതിനെയാണ് കൊളീജിയം സിസ്റ്റം എന്ന് വിളിക്കുക. കൊളീജിയം സിസ്റ്റം ന്യൂസ് പേപ്പറിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് കൊളീജിയം സിസ്റ്റം. സോ ദി കൊളീജിയം സിസ്റ്റം is where the Chief Justice of India consults 4 senior most judges of the Supreme Court before giving opinion or tendering the opinion to the President of India. And this system developed after the third judge's case is called the collegium system എന്ന് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു കൺവെൻഷൻ, അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ആൻഡ് ഹി ഓർ ഷീ കൺസൾട്ട്സ് ദി ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈക്കോർട്ട് ഇഫ് ഇറ്റ് ഈസ് നെസസറി എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാലിച്ചു പോന്നിരുന്ന ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എപ്പോഴും സീനിയർ മോസ്റ്റ് ജഡ്ജ് തന്നെയായിരുന്നു. അതായത് സുപ്രീം കോർട്ടിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജിനെയാണ് നമ്മൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്തിരുന്നത്. ഈ ഒരു കൺവെൻഷന് ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായി. 1973 A.N. റേ എന്ന് പറയുന്ന ഒരു ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം സീനിയർ അല്ലായിരുന്നു. അതുപോലെ 1977 M.U. ബേഗ് എന്ന് പറയുന്ന ഒരു ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹവും സീനിയർ അല്ലായിരുന്നു. അപ്പോൾ 1973 അതുപോലെ തന്നെ 1977 എന്ത് ചെയ്തു? ഈ ഒരു കൺവെൻഷന് മാറ്റങ്ങൾ ഉണ്ടായി. അതുവരെ പാലിച്ചു പോന്നിരുന്ന ഒരു സിസ്റ്റമുണ്ട്. സീനിയർ മോസ്റ്റ് ജഡ്ജിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്കൊരു മാറ്റം വന്നു. അങ്ങനെയാണ് സുപ്രീം കോർട്ട് എന്ത് ചെയ്തത്? സീനിയർ മോസ്റ്റ് ജഡ്ജിനെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആക്കണം എന്നുള്ള സജഷൻ കൊടുക്കുന്നത്. ഈ സജഷൻ കൊടുത്തത് സെക്കൻഡ് ജഡ്ജസ് കേസിലാണ്. അപ്പൊ സെക്കൻഡ് ജഡ്ജസ് കേസിൽ നമ്മൾ ഇന്ന് കാണുന്ന
കൊളീജിയം സിസ്റ്റത്തിൻ്റെ ഒരു റൂഡിമെൻ്ററി ഫോം നമുക്ക് കാണാം. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ എപ്പോഴും സീനിയർ മോസ്റ്റ് ജഡ്ജാകണം, സീനിയർ മോസ്റ്റ് ജഡ്ജാകണം എന്നുള്ള ഒരു സജഷനും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ കൊളീജിയം സിസ്റ്റം നല്ലൊരു സിസ്റ്റമാണോ അതോ ഈ സിസ്റ്റം മാറ്റേണ്ടതാണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കൊളീജിയം സിസ്റ്റം ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു സുപ്രീം കോർട്ട് എലോൺ. സുപ്രീം കോർട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല സുപ്രീം കോർട്ടിൻ്റെ കൊളീജിയം എന്ന് പറയുന്നത്. സുപ്രീം കോർട്ടിൻ്റെ കൊളീജിയം ഓൾസോ ഹാസ് എ റോൾ ഇൻ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ഹൈക്കോർട്ട് ലെവൽ ജഡ്ജസ്. ഹൈക്കോർട്ട് ലെവൽ ജഡ്ജസിൽ കൊളീജിയം സിസ്റ്റത്തിന് റോൾ ഉണ്ട്, പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസം. അവിടെ 2 സീനിയർ ജഡ്ജസ് ആണ് കൊളീജിയത്തിൽ വരുന്നത്. പക്ഷേ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റിൽ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഹൈക്കോർട്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഇറ്റ് ഓൾസോ കംസ് ഇൻ ടു പ്ലേ ഡ്യൂറിങ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ്, ബട്ട് ദി സ്ട്രെങ്ത് വേരീസ്. 4 എന്നുള്ളത് 2 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആവുന്നുണ്ട് അവിടെ എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ ഒരു കൊളീജിയം സിസ്റ്റത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. ഒബ്വിയസ്ലി ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലേ? കാരണം ജഡ്ജസ് തന്നെയാണ് ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഈ കൊളീജിയം സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ജഡ്ജസ് തന്നെയാണ്, ജഡ്ജസ് സെലക്ട് ജഡ്ജസ്, അവരെ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന ഒരു ഇഷ്യൂ ആണ് COI, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ there is a clash between private interest and the official interest. ഒരാൾ വ്യക്തിഗതമായ താല്പര്യവും ജോലി സംബന്ധമായ താല്പര്യവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരിക, അവിടെയാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉടലെടുക്കുന്നത്. ആ ജഡ്ജിന് പരിചയമുള്ള, അയാളുടെ കൂടെ വർക്ക് ചെയ്ത് അയാൾക്ക് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ജഡ്ജായി സുപ്രീം കോർട്ടിലേക്ക് അപ്പോയിൻമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പേഴ്സണൽ ഇൻട്രസ്റ്റും ഒരു കൊളീജിയൻ സ്ഥാനത്തിരിക്കുന്ന ജഡ്ജിക്ക് അയാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റും അയാളുടെ ഒഫീഷ്യൽ ഇൻട്രസ്റ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാം. അതുപോലെ തന്നെ ജഡ്ജസ് അവരെ തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അനദർ പ്രോബ്ലം ഇസ്, ഇഷ്യൂസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. വേറൊന്ന്, elected representatives have no say in this. Elected representatives have no say in the appointment of the judges. Elected representatives ഇവിടെ ഒരു റോളും കൊടുത്തിട്ടില്ല. ഇപ്പൊ ജുഡീഷ്യറി തന്നെ ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അവിടെ വേറെ ഒരു ഓർഗനും റോള് കൊടുക്കുന്നില്ല. അതൊരു കൺസേൺ ആണ്. ഇനി വേറൊരു പ്രോബ്ലമാണ് കിൻ സിൻഡ്രോം. ഈ കിൻ സിൻഡ്രോം എന്ന് പറയുന്ന ഇഷ്യൂ വാസ് ഹൈലൈറ്റഡ് ബൈ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറഞ്ഞത്, ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കിൻ സിൻഡ്രോം എന്ന് പറയുന്ന സിൻഡ്രോം ഉണ്ട്. കിൻ സിൻഡ്രോം, കിൻ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ബന്ധമുള്ളവർ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ഒരു 35 to 40 ഫാമിലീസിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ജഡ്ജസ് ആയിരിക്കുന്ന ആൾക്കാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഫാമിലീസിൽ നിന്നുള്ള വ്യക്തികളാണ്. അതിനർത്ഥം എന്താ? there is a kin syndrome. അപ്പോൾ ഈ ഒരു കൊളീജിയം സിസ്റ്റം ഇറ്റ്സ് നോട്ട് വെരി ട്രാൻസ്പാരൻറ്റ്. കാരണം കൊളീജിയം ഡിസിഷൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ ടു ദ പബ്ലിക്. കൊളീജിയം പേരുകൾ നിരസിക്കുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ എപ്പോഴും പബ്ലിക്കിന് കൊടുക്കാറില്ല. ചില ഇൻസ്റ്റൻസസിൽ കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് കൊടുത്തിരുന്നു. പക്ഷേ എപ്പോഴും ഈ റീസൺസ് ഫോർ ആക്സെപ്റ്റൻസ് ഓർ നോൺ ആക്സെപ്റ്റൻസ് ഓഫ് നെയിംസ് ഇസ് നോട്ട് ഗിവൺ. അതുകൊണ്ട് തന്നെ ട്രാൻസ്പാരൻസി ഇല്ല.
അപ്പോൾ കിൻ സിൻഡ്രോം ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, താല്പര്യമുള്ള വ്യക്തികൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാം. ഇതാര് ചോദ്യം ചെയ്യാനാണ്? ജഡ്ജസ് തന്നെയാണ് ചെയ്യുന്നത്. വേറെ ആർക്കും അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോൾ ട്രാൻസ്പാരൻസിക്കൊപ്പം തന്നെ വരുന്നൊരു പ്രശ്നമാണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഈസ് ബീങ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ഷൻസ്. ആക്ഷൻസിന് റെസ്പോൺസിബിൾ ആകുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൊളീജിയം സിസ്റ്റം, അതിനെതിരെ ഉള്ള മേജർ ആയിട്ടുള്ള വിമർശനങ്ങൾ, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് ഒരു റോളുമില്ല, കിൻ സിൻഡ്രോം എന്ന് പറയുന്ന സിൻഡ്രോം ഉണ്ടാവാം, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വരുന്നില്ല. ഇനി ഈ ഇഷ്യൂസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദി ഗവൺമെൻറ് ആക്ച്വലി കെയിം അപ്പ് വിത്ത് എ legislation called the National Judicial Appointments Commission എന്ന് പറയുന്ന NJAC എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ കൊണ്ടുവന്നു. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷൻ. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷൻ. ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് പ്രധാനമായും കൊളീജിയൻ സിസ്റ്റത്തിൽ നമ്മൾ കാണുന്ന ചില പോരായ്മകളെ ഓവർകം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന പ്രൊവിഷനാണ്. ഇറ്റ് വാസ് ബ്രോട്ട് ഔട്ട് ത്രൂ ദി 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? NJAC എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കൊണ്ടുവന്നത്. ഈ അപ്പോയിൻമെൻറ്റ്സ് നിർദ്ദേശിക്കാൻ, ജഡ്ജസിൻ്റെ പേരുകൾ നിർദ്ദേശിക്കാൻ, അപ്പോയിൻമെൻറ്റ്സ് സജസ്റ്റ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്നൊരു ബോഡിയാണ് NJAC അല്ലെങ്കിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. 2014 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് ആണ് NJACയെ നിലവിൽ കൊണ്ടുവന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുകയും അതിനുവേണ്ടി ജഡ്ജസ് അപ്പോയിൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ടിനെയും കൂടി ഗവൺമെൻറ് പാസ്സാക്കി. കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിയമം പാസ്സാക്കുകയും ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ ഈ 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഇറ്റ് റെക്കമെൻഡഡ് എ 6-member ബോഡി ടു സജസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് സജസ്റ്റ് ചെയ്യാൻ ഒരു 6-member ബോഡിയെ സജസ്റ്റ് ചെയ്തു. അതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇസ് ദി ചെയർപേഴ്സൺ. ചീഫ് ജസ്റ്റിസ് ആണ് അതിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനത്ത് വരുന്നത്. അതിന് പുറമെ 2 senior judges, 2 senior judges, പിന്നെ വരുന്നത് യൂണിയൻ ലോ മിനിസ്റ്റർ, പിന്നെ വരുന്നത് 2 eminent persons, 2 eminent ആയിട്ടുള്ള വ്യക്തികൾ. This eminent person will be suggested by the Prime Minister, Chief Justice of India, Leader of Opposition in Lok Sabha. ഈ 3 പേരും ചേർന്നിട്ടാണ് 2 eminent വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കമ്മീഷനിൽ പ്രധാനമായും ഉള്ളത് ചീഫ് ജസ്റ്റിസ്, 2 senior ജഡ്ജസ്, യൂണിയൻ ലോ മിനിസ്റ്റർ, 2 eminent persons. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ 2 eminent പേഴ്സൺസിനെ തിരഞ്ഞെടുക്കാൻ പ്രൈം മിനിസ്റ്ററും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ലീഡർ ഓഫ് ഒപ്പോസിഷനും ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ലാത്ത പാർട്ടിസിപ്പേഷനുള്ള, കുറച്ചൊക്കെ ട്രാൻസ്പാരൻ്റ് ആവാൻ ചാൻസ് ഉള്ള ഒരു കമ്മീഷനാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിനെന്ത് ചെയ്തു? The Supreme Court declared the NJAC, National Judicial Appointments Commission, as unconstitutional. അതിനെ 2015 സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? ഇതിനെ ക്യാൻസൽ ചെയ്തു. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഇൻവാലിഡേറ്റ് ചെയ്തു. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയി വിധിച്ചു. ഇതിനെ
വാലിഡേറ്റ് ചെയ്തു, ഈ ഒരു ലെജിസ്ലേഷനെ ക്യാൻസൽ ചെയ്തു. അതിന് സുപ്രീം കോർട്ട് കൊടുത്ത 2015 ജഡ്ജ്മെന്റിൽ കൊടുത്ത ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ ഇന്റർഫിയേഴ്സ് വിത്ത് ദി പ്രൈമസി ആൻഡ് സുപ്രീമസി ഓഫ് ദി ജുഡീഷ്യൽ സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി സ്ട്രിക്ട് പ്രൊവിഷൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താ? ജുഡീഷ്യറിയുടെ പ്രൈമസി, അതായത് ജുഡീഷ്യറിക്ക് അതിലുള്ള ഒരു മേൽക്കൈ, അതിലുള്ള ഒരു അവകാശത്തിൽ കൈകടത്തുന്നു. ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി പ്രൈമസി, അതിൽ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് മാത്രമുള്ള അവകാശം, സുപ്രീമസി, അതിൽ ഏറ്റവും മുകളിൽ സുപ്രീമായി ഇരിക്കാനുള്ള ജുഡീഷ്യറിയുടെ അവകാശത്തിലുള്ള അനാവശ്യമായ കൈകടത്തലായാണ് സുപ്രീം കോർട്ട് NJCയെ കണ്ടത്. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഞാൻ ആദ്യമേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 3 ഓർഗൻസും സെപ്പറേറ്റ് ആയി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞത്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായി ജുഡീഷ്യറിയിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ വാസ് ഡിക്ലെയർഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബൈ ദി സുപ്രീം കോർട്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷന്റെ ക്വാളിറ്റീസും അതുപോലെ തന്നെ ഈ ഒരു കൊളീജിയം സിസ്റ്റത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഇഷ്യൂസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ആ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുന്നത് ഇൻ ദി നെക്സ്റ്റ് സെഷൻ. താങ്ക് യു ഓൾ ഫോർ അറ്റൻഡിങ് ദി ക്ലാസ്.